എൻ്റെ പേര് ഷീബ കുരിയച്ചിറയെന്ന് വരുന്നു. ഞാൻ പല്ലുവേദനയായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു തൊണ്ണിൻ്റെ പഴുപ്പാണെന്ന് പറഞ്ഞു, മരുന്ന് തന്നു. പക്ഷേ എനിക്ക് ഭയങ്കര വേദനയായിപ്പോൾ ഞാൻ വേറെ ഒരു ഡോക്ടർ കൂടിയും കണ്ടു. ആ ഡോക്ടറും പറഞ്ഞു തൊണ്ണ് പഴുപ്പാണ്, ഇതിന് വേറെ മരുന്നുകളൊന്നുമില്ല, തൊണ്ണ് കീറിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണുള്ളത്. വീണ്ടും മൂന്നാമത്തെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ആ ഡോക്ടറും പറഞ്ഞു വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, മരുന്നുമില്ല. ഇത് കുറേ മുൻപായിരുന്നെങ്കിൽ മരുന്നിന്മ മാറിയാണ്, ഇനി മാറില്ല, ഇനി തൊണ്ണ് കീറിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് 35,000 അല്ലെങ്കിൽ 40,000 രൂപയോളം വരും എന്ന് പറഞ്ഞ് തൊണ്ണ് കീറി പല്ലുകൾ എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പേടിച്ച് അച്ഛന് മെസ്സേജ് വിട്ടു. അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ ദിവ്യകാരുണ്യ ആരാധനയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, നിരന്തരം പ്രാർത്ഥിച്ചു. 2 മാസത്തോളം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു എല്ലാതും മാറി എന്ന് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. മോണയുടെ എല്ലാം മാറിയിട്ടുണ്ട്, ഇനി 3 മാസം കൂടുമ്പോൾ വന്ന് എല്ലാം ചെക്കപ്പ് ചെയ്ത് പോയാമെന്ന് പറഞ്ഞു. എൻ്റെ ദിവ്യകാരുണ്യ നാഥന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷി എൻ്റെ മകൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. മകള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞ് കോട് ചുറ്റി കിടക്കുമായിരുന്നു. പക്ഷേ എല്ലാ മാസത്തിലും സ്കാനിങ്ങിന് മുന്നേ അച്ഛൻ്റെ അടുത്ത് വന്ന് മകള് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞു ഒട്ടും പേടിക്കേണ്ട, സമാധാനമായിട്ടിരുന്നോളം പറഞ്ഞു. പക്ഷെ കോട് ചുറ്റിയതുകൊണ്ട് നല്ല ഭയമായിരുന്നു. ആ മകളെന്നും ദിവ്യകാരുണ്യ ആരാധനയിൽ നിയോഗം വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെടുക്കുമ്പോൾ ഒരു കോട് 2 കോടായിട്ട് ചുറ്റിക്കിടന്നിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് തന്നു. അന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഈ മകളോടൊപ്പം പ്രസവിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും NICUയിലേക്ക് മാറ്റി, ഓരോ അസുഖങ്ങൾ ഓരോന്നായിട്ട്. ഈ കുഞ്ഞിനൊരു കുഴപ്പമില്ലാണ്ട് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ആണെങ്കിലും ഡിസ്ചാർജ് തന്ന് ഈശോ അനുഗ്രഹിച്ച് ഇതുവരെയ്ക്കും ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് ഇരിക്കുന്നു. ദിവ്യകാരുണ്യ നാഥന് നന്ദി പറയുന്നു. കൂടാതെ പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും ടീം അംഗങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു.